വെൽക്കം ടു ഡീൽസ് കേരള. ഇറാൻ അമേരിക്ക സംഘർഷം കത്തുന്നു. ഹോർമുസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാൻ ട്രംപ് ആഹ്വാനം. ഗൾഫിൽ വലിയ പ്രതിസന്ധി. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വലിയ യുദ്ധഭീഷണി ഉയരുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോൾ ഗൾഫ് മേഖലയിൽ സംഘർഷം അതിവേഗം വ്യാപിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതോടൊപ്പം ലോകത്തിന്റെ എണ്ണ വിതരണത്തെയും നേരിട്ടു ബാധിക്കുന്ന ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളോട് ഒരു നിർണായക അഭ്യർത്ഥനയാണ് മുന്നോട്ടുവച്ചിരിക്കുന്നത്. ഇറാൻ പ്രതികാര നടപടികൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതയായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് തുറന്ന നിലയിൽ നിലനിർത്താൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് ട്രംപ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെ ലോകത്തിലെ എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും ഏകദേശം 1/5 കടന്നുപോകുന്നു. ഈ കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള കഴിവ് ഇറാനുണ്ട് എന്നതാണ് അമേരിക്കയെയും സഖ്യരാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്നത്. ഖാർഗ് ദ്വീപിൽ US ആക്രമണം. യുദ്ധം ഇപ്പോൾ 3-ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിലെ സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്കൻ സൈന്യം ശക്തമായി ആക്രമിച്ചത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% ഈ ദ്വീപിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്നതാണ്. ആക്രമണത്തിനു പിന്നാലെ ഇറാൻ ശക്തമായ പ്രതികാരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം UAEയിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നിൽ ഡ്രോൺ ആക്രമണം നടന്നതോടെ മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചു. ഫുജൈറ എമിറേറ്റിൽ എണ്ണ ലോഡിംഗ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി വ്യവസായ വൃത്തങ്ങൾ അറിയിച്ചു. ലോകത്തിലെ പ്രധാന ബങ്കറിംഗ് ഹബ്ബുകളിലൊന്നായ ഫുജൈറയിൽ നിന്നും ദിവസേന ഏകദേശം 1 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഡ്രോൺ ആക്രമണത്തിന് ശേഷം ടെർമിനലിൽ നിന്ന് പുകയുയരുന്നതായി സാക്ഷികൾ അറിയിച്ചു. ഇസ്ഫഹാനിൽ വ്യോമാക്രമണം. ഇതിനിടെ ഇറാനിലെ മധ്യനഗരമായ ഇസ്ഫഹാനിൽ ഒരു ഫാക്ടറിയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. റെഫ്രിജറേറ്ററും ഹീറ്ററും നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. ശ്രീലങ്കയ്ക്ക് സമീപം ഇറാനിയൻ യുദ്ധക്കപ്പൽ മുങ്ങി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ശ്രീലങ്കൻ തീരത്തുനിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ ഗാലെ തുറമുഖത്തിന് സമീപം ഇറാന്റെ യുദ്ധക്കപ്പലായ IRS ദേന US മുങ്ങൻ കപ്പൽ ആക്രമിച്ച് തകർത്തുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. 2026 മിലൻ നേവൽ എക്സസൈസ് 2026 എന്ന ബഹുമനില നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാനെത്തിയ വിശാഖപട്ടണത്തിൽ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് ആക്രമണം നടന്നതെന്നാണ് ഇറാൻ പറയുന്നത്. ഈ കപ്പലിൽ ഏകദേശം 180 പേർ ഉണ്ടായിരുന്നുവെന്നും അതിൽ 104 നാവികർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ സൈനിക മേധാവി അമീർ ഹാത്മി ആരോപിച്ചു. സമാധാനപരമായി മടങ്ങുന്ന കപ്പലിനെതിരെയായിരുന്നു അമേരിക്കയുടെ ആക്രമണം. കൊല്ലപ്പെട്ട നാവികർ നിലവിലുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. ഈ കൊലപാതകത്തിന് ഇറാൻ മറുപടി നൽകാതെ ഇരിക്കില്ല എന്ന് ഹാത്മി വ്യക്തമാക്കി. നയതന്ത്ര ചർച്ചകൾ തള്ളിക്കളഞ്ഞ ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്കായി ശ്രമിച്ചെങ്കിലും ട്രംപ് ഭരണകൂടം അത് നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ. മുൻപ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാൻ പലതവണ ആശയവിനിമയം ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും വൈറ്റ് ഹൌസ് താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയതായി നയതന്ത്ര സ്രോതസ്സുകൾ പറയുന്നു. ഇറാന്റെ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധം തുടരുകയാണ് അമേരിക്കയുടെ നിലപാട്. അതേസമയം അമേരിക്കയും ഇസ്രയേലും ആക്രമണം അവസാനിപ്പിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്നതുവരെ വെടിനിർത്തൽ ചർച്ചകൾ നടത്തില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷം വ്യാപിക്കുന്നു. ഇറാൻ സഖ്യകക്ഷികളായ നിരവധി സംഘടനകളും ഇപ്പോൾ രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള സംഘടനയായ ഹിസ്ബുള്ള ഇതോടകം തന്നെ ഇസ്രയേലിനെതിരെ റോക്കറ്റ് ആക്രമണം ആരംഭിച്ചു. തുടർന്ന് ഇസ്രയേൽ ലെബനനിൽ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തി. അതേസമയം ഗാസയിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഹമാസ് ഇറാനോട് അയൽ രാജ്യങ്ങളെ ലക്ഷ്യമിടരുതെന്ന് അഭ്യർത്ഥിച്ചു. യമനിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂത്തി മൂവ്മെന്റും ടെഹ്റാനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. മെഡിറ്ററേനിയനിൽ പാശ്ചാത്യ സൈനിക വിന്യാസം. സംഘർഷം ശക്തമായതോടെ പാശ്ചാത്യ രാജ്യങ്ങളും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. ഫ്രഞ്ച് നാവികസേന വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ നിരവധി യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ, ചെങ്കടൽ, ഹോർമുസ് കടലിടുക്കിലേക്ക് വിന്യസിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതേസമയം ബ്രിട്ടനും ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസങ്ങൾ പരിഗണിക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രി ജോൺ ഹീലി അറിയിച്ചത്. നെതന്യാഹുവിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ. ഇതിനിടെ മറ്റൊരു വിവാദവും സോഷ്യൽ മീഡിയയിൽ വൈറലായി.
ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ പരന്നു. എന്നാൽ അതിന് തെളിവുകളൊന്നും പുറത്തുവന്നിട്ടില്ല. മാർച്ച് 13-ന് നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ ഒരു കൈയിൽ 6 വിരലുകൾ കാണുന്നുവെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ലോകത്തെ ബാധിക്കുന്ന പ്രതിസന്ധി. ഈ യുദ്ധം ഇതിനകം തന്നെ 2000-ലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലും ഇറാനിലാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ലോകത്തിലെ എണ്ണ വിതരണത്തിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഗൾഫ് മേഖലയിലെ ഈ സംഘർഷം നിയന്ത്രണാതീതമാകുകയാണെങ്കിൽ ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.